ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹണി റോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ, നേരെ ചൊവ്വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. മനോരമയിലാണ് ആ ഒരു ഇൻ്റർവ്യൂ ഉള്ളത്. ഞാൻ കൂടുതലൊന്നും കേട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലൊന്നും കേൾക്കേണ്ട ഒരു ക്ഷമയൊന്നും എനിക്കില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്കറിയാലോ. ഈ ജോണി ലൂക്കോസ് എന്ന് പറയുന്ന ആൾ എന്താ ചോദിക്കുവാന്ന്. അപ്പോൾ ബോച്ചേനെ പറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം കേൾക്കാം എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ നോക്കുമ്പോൾ പറയുകയാണ്. അതായത് ബോച്ച 2 ദിവസം മുൻപ് നടത്തിയ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു കോഴിക്കോട്. നമ്മുടെ മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു പെൺകൊച്ചിനെയും കൊണ്ടുവന്നിട്ട് അത് എല്ലാവർക്കും അറിയാം. അതായത് മൊത്തം വൈറലായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റെടുത്ത ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഹണി റോസ് മാത്രം ഇങ്ങനെയൊരു പരിപാടി ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയൊരു പരിപാടി എപ്പോഴാണ് നടന്നിരിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് നമ്മളെ ഹണിച്ചേച്ചി പറയുന്നത്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ കണ്ണിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അസൂയയും ആ ഒരു കുശുമ്പും ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഇങ്ങനെ തികട്ടി വരുന്നത് നമുക്ക് മനസ്സിലാകും. അതായത് ഇത്രയും വലിയൊരു വൈറലായിട്ടുള്ള ഒരു സംഭവം, അതുപോലെ തന്നെ മൊണാലിസ എന്ന് പറയുന്ന ഒരു പാവം പെൺകൊച്ചു വന്നിട്ട് ചെയ്ത ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ അകത്ത് തന്നെയുണ്ട് എല്ലാ വിഷമവും. എന്നാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞൂടെ, ആ വൈറലായിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, ആ കൊച്ചു നന്നായിട്ട് ചെയ്തിരുന്നു, അത് സമ്മതിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ചയെ പോലെയുള്ള ഒരാളല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ബോച്ച എന്നെ തോൽപ്പിക്കാനാണല്ലോ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഹണി റോസ് ചേച്ചി ഇന്ന് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാകും അവർക്ക് ബോച്ചയോടുള്ള ദേഷ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാകും. പിന്നെ അവരൊക്കെ പറയുന്നത് പോലെ ഞാൻ ഇനി അങ്ങ് പിന്മാറുകയാണ്, എനിക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദമാണ്, ഇതൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കൊടുത്തിരിക്കുന്നത് പരാതി. അവർ കൊടുത്ത പരാതിയായിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ. അവർ ബോച്ചനെ ജയിലിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടൊന്നും ആർക്കും ഒരു ദോഷവും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ. പക്ഷേ ഈ ഒരു കാര്യം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊണാലിസ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടി വന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് അതെല്ലാവരും, അതായത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കിയും ലാലേട്ടനും വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരെ നല്ലത് പറഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വലിയൊരു ഉദ്ഘാടനം സമ്മതിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ ഹണി റോസിൻ്റെ മനസ്സുണ്ടല്ലോ അങ്ങ് ഇതായിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ജോണി ലൂക്കോസിൽ ഈ ചോദ്യം ചോദിച്ചവന് അവൻ പിന്നെ രണ്ടാമത് ചോദിക്കേണ്ട ഒരു ഇതാണ്. കാരണം ഇത്രയും വൈറലായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ണിൻ്റെ പ്രശ്നമല്ലേന്ന്. ഏതായാലും അതൊന്നും അദ്ദേഹം ചോദിച്ചിട്ടില്ല. പക്ഷേ ഹണിച്ചേച്ചി എന്ന് പറയുന്നത് എല്ലാം അറിയുന്നുമുണ്ട്. ഹണി റോസിന് നല്ല രീതിയിലുള്ള വിഷമവും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ ഈ ഒരു പാർട്ട് മാത്രമാണ് കണ്ടത്. കാരണം അടുത്ത പാർട്ടൊക്കെ കാണാനുണ്ട്. അത് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മലയാള സിനിമാ നടികൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂട്ടക്കരച്ചിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അഹങ്കാരികളായ നടിമാരെ കൊണ്ട് ഇനി ഉദ്ഘാടനം ചെയ്യിക്കുന്നില്ല എന്നാണ് ബോച്ച തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ബോച്ച പറയുന്നുണ്ട്, ബോച്ച എന്ന് പറഞ്ഞാൽ ഇനി ഇതുപോലെയുള്ള സാധാരണ ഈ ജീവിതം നയിക്കുന്നവരെ, ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇപ്പോഴും സ്വപ്ന ലോകത്താണ്. അതിൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരോ ചെയ്തൊരു പുണ്യം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ കുംഭമേള നടക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ഏതോ ഒരുത്തന് തോന്നിയ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ഉയർച്ച എന്ന് ഞാൻ പറയുന്നുള്ളൂ. 10-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ജീവിക്കാൻ വേണ്ടി മാലയും കമ്മലും വിൽക്കുകയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഒരാൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് ബോച്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ബോച്ച് ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്. അയാളുടെ ബിസിനസ്, അയാൾ പറയുന്നില്ല അയാളുടെ ബിസിനസ്സാണിത്, അയാൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അയാൾ ബിസിനസ് പിടിക്കട്ടെ, അയാൾക്ക് ബിസിനസ് കിട്ടട്ടെ. അയാൾക്ക് ബിസിനസ് കിട്ടി, അയാൾക്ക് 10 പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കാ ഗുണം? ഇവിടെ നമുക്ക് തന്നെയല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള നടിമാർ കൊണ്ടുപോകുന്നത് പോലെ അടിച്ച് വാരിയിട്ടൊന്നും അയാൾ കൊണ്ടുപോകുന്നില്ലല്ലോ. അയാൾക്കൊരു 100 റുപ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പാവങ്ങൾക്കും എന്തെങ്കിലും കിട്ടും. ആ ഒരു വിശ്വാസം തന്നെ നമുക്കുള്ളത്. ഒരുപാട് പാവങ്ങൾക്ക് ഇയാൾ ചെയ്യുന്നുണ്ട്. എല്ലാം അയാൾ ബിസിനസ് തന്നെ. എല്ലാവരും പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അയാളാണ് ബിസിനസ്സുകാരൻ, അയാളാണ് സ്വർണ്ണ മുതലാളി, അയാൾ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ ജനങ്ങളെ പറ്റിച്ചിട്ടും അതുപോലെ തന്നെ മറ്റു പല മാർഗങ്ങളിലൂടെയും ഇവിടെ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവരൊക്കെ 10 പൈസ
ആർക്കും കൊടുക്കുന്നുണ്ടോ? ഒരാൾക്ക് പോലും കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ബോച്ചെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ബോച്ചെ എന്ന് പറയുന്ന അയാളുടെ തഗ്ഗോ ഇല്ലെങ്കിൽ മഗ്ഗോ ഒന്നും നമുക്കിഷ്ടമല്ല. പക്ഷെ അയാളുടെ മനസ്സുണ്ടല്ലോ, അത് നമുക്കിഷ്ടമാണ്. അയാളുടെ നല്ല മനസ്സ്, ആ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് നമുക്ക് ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ ബോച്ചയെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള പാവങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുമ്പോഴും നമ്മളെല്ലാവരും സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെന്തോ ഒരു സംഭവം ഉണ്ടായിനി, അതുകൊണ്ട് ഇനിയുള്ളവരൊന്നും വേണ്ട, ഇനി അങ്ങനെയുള്ള ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല എന്നുള്ള ഇതിൽ ഹണി റോസിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു വിഷമത്തെ തന്നെയാണ്. അതായത് ഈ ബോച്ചയുടെ 1-2 ഉദ്ഘാടനങ്ങൾ ഹണി റോസ് ചെയ്തതാണ്. നല്ല രീതിയിൽ പൈസ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്, പൈസ വാങ്ങിച്ചിട്ടുമുണ്ട്. അതായത് ബോച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ടാകും. ബോച്ച അങ്ങനെയാണല്ലോ. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഈ കുട്ടിക്ക് 15 ലക്ഷത്തോളം രൂപ ചിലവാക്കിയ ബോച്ചെ ഹണി റോസിനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-30 ലക്ഷം രൂപയിൽ ഒരു 20 ലക്ഷം എങ്ങനെയും ചിലവാക്കിയിട്ടുണ്ടാകും. കാരണം ഇവരുടെ ശമ്പളവും അതുപോലെ തന്നെ താമസവും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ നടത്തുന്ന ബോച്ചെ, ആ ബോച്ചെ ഇപ്പോഴും പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ഹണി റോസിനെ പോലെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടാകും. ആ ചോദ്യത്തിന് തന്നെ അവിടെ ഒരു പ്രശസ്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹണി റോസ് ഒരിക്കലും സമ്മതിച്ച് തരാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും അതായത് ഇതുപോലെയുള്ള നല്ല രീതിയിൽ, അതായത് എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഉദ്ഘാടനം തന്നെ ഒരു വിവാദമുണ്ടാക്കി ഉദ്ഘാടനത്തിന് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ വരുന്ന ലക്ഷങ്ങളാണ് ഇതൊക്കെ എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു കഥ. ഇപ്പോൾ തന്നെ കാണുന്നില്ലേ, അതായത് ഇതിനിടയ്ക്ക് വിദേശത്ത് എവിടെയോ കണ്ടു, അതായത് ഗോ ബാക്ക്, അവിടെ പിന്നെന്താണ് ബോച്ചെ എന്നുള്ള മുദ്രാവാക്യമാണ് വിളികേട്ടത്. അപ്പോൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആൾക്കാർ വരുന്നത്. അതായത് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാകും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞരമ്പ് രോഗികളുണ്ടാവും, അല്ലാതെ വേറെ ആരുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ മാന്യത വിടാതെ നല്ല രീതിയിൽ, അതായത് നല്ല ഇതൊക്കെ ആയിട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എല്ലാവർക്കും ഇപ്പോഴൊരു വിഷമവും ഉണ്ടാകും. കാരണം മലയാള നടിമാരെ മുഴുവൻ ഒഴിവാക്കിയിട്ടാണ് ബോച്ചെ ഇനി നിൽക്കുന്നത്. കാരണം ഇനി ഒരു മലയാള നടിമാരെയും വിളിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ബോച്ചെ. എങ്കിൽ ഒരുപാട് പേർക്ക് നല്ല വിഷമം ഉണ്ടാകും. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പണിയും കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്കൊന്നും തൊഴിലില്ലാണ്ടാകും. എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ പോലും അഭിനയിക്കാതെ ഒരുപാട് പേരെന്നാണ് ഇപ്പോൾ ഉദ്ഘാടനം എന്നുള്ള ഈ മാമാങ്കം കൊണ്ട് നടക്കുന്നുണ്ട്. വെറും ഉദ്ഘാടനം മാത്രമാണ് അവർ ചെയ്യുന്നത്. ഉദ്ഘാടനം തന്നെ ബിസിനസ് ആക്കിയ കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ബോച്ചെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ നശിപ്പിക്കാൻ നോക്കരുത്. അയാൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാകാം, ഒരുപാട് തെറ്റ് ആ മനുഷ്യന് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മളൊക്കെ നല്ല രീതിയിൽ തിരുത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ നമ്മളെ ചീത്ത പറഞ്ഞ് കുറേ ആൾ ഓടിക്കുകയാണ് ചെയ്തത്. കാരണം ബോച്ചെ പറയുന്നത് ശരിയല്ല, ഇതെന്തെങ്കിലും ഒരു കേസ് വരും എന്നുള്ള ഇതിൽ നമ്മൾ പണ്ട് മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, അതായത് നമ്മളെ തൃശ്ശൂർ പൂരത്തിൻ്റെ ജാക്കി, അതുമുതൽ നമ്മൾ തുടങ്ങിയതാണ്. പക്ഷേ അന്നൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഫാൻസോ ഇത് കേൾക്കാൻ തയ്യാറായില്ല. അവരൊക്കെ അപ്പോഴും വിചാരിച്ച് ഈ ബോച്ചയോട് ഇയാൾക്കെന്തോ ഭയങ്കരമായ വൈരാഗ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ്. പക്ഷെ അതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ബോച്ചെ എന്ന് പറയുന്ന ഒരു നന്മ മരം, അയാൾ നന്മ മരം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ നന്മ മരത്തെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണം. പക്ഷേ ഈ തഗ്ഗോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ട. ഇങ്ങനെയുള്ള നന്മ മരങ്ങളെ, ആ നന്മ മരമായ ബോച്ചെ എല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹണി റോസിനോട് എനിക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഇനി ഇവിടെ നടക്കും. നിങ്ങൾ കാണൂല, ഇതൊന്നും നിങ്ങൾ കാണൂല, നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ആ മുഖത്ത് തന്നെയുണ്ട് ആ ഒരു വിഷമവും അസൂയയും കുശുമ്പും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ മുഖത്ത് തന്നെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയായിരുന്നല്ലോ, ചോദിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു, നല്ല പരിപാടിയാണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടിയാണ് എന്നുള്ളതൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക്, അതെനിക്ക് അവകാശപ്പെട്ടാണ്. നന്ദി, നമസ്കാരം.